സിറിയയിൽ ഇസ്രായേലിന്റെ വ്യാപകമായ വ്യോമാക്രമണം ചെറുത്തു നിൽക്കാനോ പ്രതിരോധിക്കാനോ സാധിക്കാതെ വിമതപക്ഷം വിയർക്കുന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ സിറിയയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 250 ഇടങ്ങളിലെങ്കിലും ഇസ്രായേലിന്റെ IDF വൈമാനിക ആക്രമണം സിറിയയുടെ വ്യത്യസ്ത മേഖലകളിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ 3 എയർപോർട്ടുകൾക്ക് നേരെയും ആക്രമണം നടത്തി. അതിലൊന്ന് ഡമാസ്കസിന്റെ ഇന്റർനാഷണൽ എയർപോർട്ടാണ് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ആകാശ മേഖല കീഴടക്കുന്ന തരത്തിലുള്ള ആക്രമണ പരമ്പരകൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് സിറിയൻ ആകാശത്ത് കൂടി നടക്കുമ്പോൾ അവിടെ അധികാരമേറ്റു എന്ന് പറയുന്ന അല്ലെങ്കിൽ അധികാരത്തിലേക്ക് ഏറാൻ പോകുന്നു എന്ന് പറയുന്ന വിമതപക്ഷത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ശക്തരായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ താഴെ ഇറക്കി പുതിയൊരു സംവിധാനം അധികാരത്തിലേറാൻ പുറപ്പെടുന്ന സമയത്ത് പോലും യഥാർത്ഥത്തിൽ ആ രാജ്യത്തിന്റെ അകത്തുള്ള വൈദേശിക ശക്തികളെ പ്രതിരോധിക്കാനോ അവരുടെ അക്രമത്തെ ചെറുത്തു നിൽക്കാനോ യഥാർത്ഥത്തിൽ ഈ നിലവിലെ വിമതപക്ഷത്തിന് സാധിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ രാജ്യഭരണം നടക്കുക, ഈ രാജ്യത്ത് ഭരണം നടത്തുക എന്നതൊക്കെ വലിയ സംശയത്തിന് ഇട നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പറയുന്ന കാര്യം, ആദ്യഘട്ടത്തിൽ തന്നെ നവംബർ 30 വിമതപക്ഷം അലപ്പോ നഗരം കീഴടക്കുന്ന ആ സമയത്തോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വലിയ മുന്നേറ്റം സിറിയയുടെ അതിർത്തി മേഖലയിലേക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ ടാങ്കറുകൾ ഉപയോഗിച്ചും സൈനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചും ആകാശത്തിന്റെ വ്യോമപാത ഉപയോഗിച്ചും കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അക്രമ സജ്ജീകരണം ഈ മേഖലയിലേക്ക് ഇസ്രായേൽ ഉണ്ടാക്കി. അതിന്റെ കാര്യം, അവരുടെ 967 കാലത്തുണ്ടായിരുന്ന യുദ്ധത്തോടനുബന്ധിച്ച് സിറിയയിൽ നിന്ന് എടുക്കപ്പെട്ട പ്രദേശം ഗോലാൻ കുന്നിന്റെ ഭാഗം പിടിച്ചെടുക്കാനും അതേപോലെ തന്നെ പിന്നീട് UN സഭ ഇടപെട്ടുകൊണ്ട് ബഫർ സോണാക്കി പ്രഖ്യാപിച്ച പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. വിമതപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി കൈയേറുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അവർ പ്രത്യേകമായ രീതിയിലുള്ള യാതൊരു മറുപടി നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഭരണപക്ഷം ഡമാസ്കസിനെ കീഴ്പ്പെടുത്താനുള്ള മുന്നേറ്റം ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഒരു നാടകത്തിന്റെ ഭാഗമായി മുന്നേറാനുള്ള ഒരു പ്രവർത്തനത്തിൽ ഈ ഭാഗം ശ്രദ്ധിക്കാതെ പോയി എന്നുകൂടി നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏതായിരുന്നാലും ഭരണത്തിൽ നിന്ന് സിറിയയുടെ പ്രസിഡന്റ് അസദ് രാജ്യം വിട്ടുപോകുന്നു. പിന്നീട് അവിടുത്തെ ഭരണകക്ഷിയായിരിക്കുന്ന പ്രധാനമന്ത്രിയും അതിന്റെ സംവിധാനങ്ങളും വിമതപക്ഷത്തോട് സഹകരിക്കുക എന്ന് പറയുന്നു. ഈ വിമതപക്ഷത്തോട് അവിടുത്തെ സൈനിക കമാൻഡർമാർ സഹകരിക്കുക എന്ന് പറയുന്നു. അങ്ങനെ ഏറെക്കുറെ സംയുക്തമായ രീതിയിൽ ഒരു സർക്കാർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിരിക്കുന്ന ട്രൂപ്പുകളായി വിഭാഗങ്ങളായി സിറിയയിലെ തീവ്രവാദി സംഘടനകൾ, ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന സംഘടനകൾ, അതേപോലെ തന്നെ അൽഖ്വയ്ദയുമായിട്ട് ബന്ധപ്പെട്ട സംഘടന, അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത രൂപത്തിലാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള സൈനിക കക്ഷികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുർദിഷ് എന്ന് പറയുന്ന ഭാഗത്ത് അല്ലെ കുർദിഷിന്റെ ഏരിയകളിൽ അവർ സ്വതന്ത്രമായിരിക്കുന്ന രാഷ്ട്രത്തിന് വേണ്ടിയുള്ള മുറവിളി ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ചില പ്രദേശങ്ങൾ അവരുടേതാണ് എന്ന് വരുത്തുന്ന രീതിയിൽ അവരവിടെ ഒരു രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. അപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ പറയുന്ന കാര്യം, അവരുടെ കയ്യിൽ, അതായത് സിറിയയുടെ കയ്യിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന അതല്ലെങ്കിൽ ഈ 2-3 വർഷത്തിനിടയിൽ തന്നെ വലിയ രീതിയിലുള്ള ആയുധ ശേഖരണങ്ങളും സംഭരണങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. അത് പലതും വിമതപക്ഷത്തിന്റെ കൈവശത്തിൽ എത്തുകയാണെങ്കിൽ ഭാവിയിൽ തങ്ങൾക്ക് അതിന് വലിയ പ്രയാസവും കാര്യങ്ങളും ഉണ്ടാവും. അതില്ലാതാക്കാൻ വേണ്ടി അവരുടെ ഗോഡൌൺ ആണ് തങ്ങൾ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ അവർ സൂക്ഷിക്കപ്പെട്ട മേഖലയാണ് ആക്രമിക്കുന്നത് എന്നുള്ളൊരു ന്യായീകരണമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തിയത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് UN സഭയിൽ തന്നെ ചർച്ച വരികയും ആ ചർച്ചയോട് അനുബന്ധിച്ച് ബഫർ സോൺ കീഴടക്കിക്കൊണ്ട് അവിടെ ആധിപത്യം നടത്തിയിരിക്കുന്ന ഇസ്രായേലിന്റെ ചെയ്തികളെയും നിലപാടുകളെയും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പല അറബ് രാജ്യങ്ങളും തുറന്നു പറഞ്ഞതോടനുബന്ധിച്ച് തങ്ങൾ സ്ഥിരമായിരിക്കുന്ന ഒരു ആക്രമണമല്ലെന്നും താൽക്കാലികപരമായി നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്ന തരത്തിലൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. പക്ഷേ അവരൊരിക്കലും ആ മേഖല വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന്റെ കാര്യമെന്ന് പറയുന്നത്, ഉയരം കൂടിയ ഈ പ്രദേശമായതുകൊണ്ട് താഴ്ന്ന പ്രദേശത്തേക്ക് ആക്രമണം നടത്താൻ അവർക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളതും, നിലവിലെ സാഹചര്യം വിമതപക്ഷം അത്ര വലിയ സൈനിക ശക്തിയല്ല, അവർ രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബലമില്ല. മാത്രവുമല്ല, സിറിയയുടെ കൈവശത്തുള്ള ആയുധങ്ങളെക്കുറിച്ചോ അവർ സൂക്ഷിക്കുന്ന മേഖലയെക്കുറിച്ചോ യാതൊരു വിവരവും ഈ വിമതപക്ഷത്തിനില്ല. അതൊക്കെ അവർ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ രഹസ്യമായ രീതിയിൽ ഈ വിവരങ്ങൾ
ശേഖരിച്ചുകൊണ്ട് ഇസ്രായേൽ ഈ മേഖല ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതായത് സൈനികപരമായിരിക്കുന്ന ആയുധപരമായിരിക്കുന്ന ബലം ഇല്ലാത്തൊരു രാജ്യമായി സിറിയ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ മാറാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി വിലയിരുത്തുകയാണ്. പക്ഷേ ഇതിനൊരു പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ആകെ വിമതപക്ഷം പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇസ്രായേലാണ്. ഇസ്രായേലിന് ഖുദ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവിടുത്തെ മോചനം ഉണ്ടാവും, പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ തങ്ങൾ ആക്രമിക്കുന്ന രീതിയിലേക്ക് വരും, അങ്ങനെ തങ്ങൾ ഇസ്രായേലിലേക്ക് കടന്നു കയറും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ആ രാജ്യത്തിന്റെ തന്നെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പൂർണ്ണമായിരിക്കുന്ന ഒരു രൂപമുണ്ടാക്കാൻ ഇപ്പോൾ വിമതപക്ഷത്തിന് സാധിക്കാത്തൊരു പ്രതിസന്ധി നിലനിൽക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ സൈനിക കമാൻഡർമാരും സൈനികരുമായിട്ട് ബന്ധപ്പെട്ട മേഖലയും വളരെ സൈലന്റ് ആണ്, അവരൊന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവർ രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് വിമതപക്ഷമാണെങ്കിൽ വിമതപക്ഷത്തെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടിയന്തരമായ രീതിയിൽ ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമം ആദ്യം നടത്തണം. രാജ്യത്തിന്റെ പ്രസിഡന്റ് രാജ്യം വിട്ടു പോയാൽ അല്ലെങ്കിൽ ഇല്ലാതായാൽ അത്തരമൊരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് പിറ്റേ ദിവസം തന്നെ പുതിയൊരു പ്രസിഡന്റിനെയോ പുതിയൊരു ഭരണ സംവിധാനത്തെ പ്രഖ്യാപിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ സിറിയയിൽ അത് കാണുന്നില്ല. അതിന്റെ കാരണത്തെക്കുറിച്ച് ഒരു വിവരങ്ങളുമില്ല. ഈ സിറിയയുടെ പ്രധാനമന്ത്രി ക്യാബിനറ്റ് മന്ത്രിമാരൊന്നും രാജ്യം വിട്ടു പോയിട്ടില്ല. അവരെല്ലാവരും വിമതപക്ഷത്തോട് കൂറ് പുലർത്തുന്നു. എന്നാൽ അവരെ സംയുക്തമായ രീതിയിൽ ഒരു സർക്കാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അവരും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിരിക്കുന്നത്. അവർക്കിടയിൽ കുറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഏത് തരത്തിൽ എങ്ങനെ പോകണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഏകോപനമില്ലാത്തൊരു പ്രയാസമുണ്ട്. മാത്രമല്ല സിറിയയുടെ പല മേഖലകളിലും തീവ്രപക്ഷങ്ങൾ ശക്തി സംഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കാര്യം ഗവൺമെന്റ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഏതൊക്കെ തരത്തിൽ ആയുധങ്ങൾ ശേഖരിക്കാൻ പറ്റുമോ അതൊക്കെ ശേഖരിച്ചുകൊണ്ട് അവർ ശക്തി സംഭരിക്കുന്നു. അതെന്താണ് അവരുടെ ഉദ്ദേശ കാര്യങ്ങൾ എന്ന് പറയാറായിട്ടില്ല. സിറിയ വിഭജിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് അതിനും ചില മേഖലകളിൽ നിന്ന് മൗനമാണ് ഫലം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരമൊരു സാഹചര്യങ്ങൾ ഇതിന്റെ പകുതി പോലും സാഹചര്യങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അമേരിക്ക ഇടപെട്ടുകൊണ്ട് സുഡാൻ വിഭജിച്ചത്. സുഡാൻ വിഭജിച്ചു എന്ന് മാത്രമല്ല അവിടുത്തെ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് ബഷീറിനെ അവിടെ നിന്ന് പുറത്താക്കി. പിന്നീട് അവിടെ ആഭ്യന്തര കുഴപ്പങ്ങളായി സൈനികരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് സുഡാൻ പോയി. അവിടെ ഒരു സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം ഇപ്പോൾ നിലനിൽക്കുകയാണ്. സമാന സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ സിറിയ മാറുമോ എന്ന കാര്യവും ഭയപ്പാടോടുകൂടിയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾ ശക്തമായ രീതിയിൽ ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ അപലപിക്കുന്നു. അതോടൊപ്പം തന്നെ ബഫർ സോണിലുള്ള ഇസ്രായേലിന്റെ ആധിപത്യത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇതൊരു ഏകാധിപത്യപരമായിരിക്കുന്ന ഒരു രീതിയാണ്. ഈ പ്രവണതയൊന്നും ഒരിക്കലും തങ്ങൾ അംഗീകരിക്കില്ല എന്ന സ്ഥിതി യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്ക് നിലവിലുണ്ട്. മറ്റു രാജ്യം അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അമേരിക്ക ഏറെക്കുറെ സൈലന്റ് ആണ്. എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ അവർ തന്നെ ഒരു ഏകോപനം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കുറുക്കനെ പോലെ അവസരം കിട്ടുന്ന സമയത്ത് മുട്ടനാടിനെ ചാടിപ്പിടിക്കുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്തത്. ഏറെക്കുറെ ഈ സിറിയയുടെ അകത്ത് ഇങ്ങനെ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ലെബനാൻ ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇവിടെ സിറിയയിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഈ മേഖലയിൽ ഈ ഇറാന്റെയും റഷ്യയുടെയും ആധിപത്യം ഇല്ലാതാക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ലെബനാനുമായിട്ട് കരാറുണ്ടാക്കിയത് എന്ന് പിന്നീട് ചില മീഡിയകളൊക്കെ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒക്ടോബർ അവസാന ഘട്ടത്തിൽ 28, 29 തീയതികളിലാണ് ഏറെക്കുറെ ഇവരുമായിട്ടൊരു ധാരണയിലെത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചത്. 30-ാം തീയതിയോട് കൂടിയിട്ട് അവിടെ ഈ അലപ്പോ മേഖലയിൽ അക്രമം തുടങ്ങി. അത് തുടങ്ങിയതിന് ശേഷം ഒരാഴ്ചയോളം ഈ അക്രമ പരമ്പര നീണ്ടു നിന്നതോടുകൂടി അത് നേരെ പോയിട്ട് തലസ്ഥാന നഗരിയായിരിക്കുന്ന ബെയ്റൂത്ത് വരെ എത്തി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ബെയ്റൂത്തിൽ ഭരണം വീണു എന്നുള്ളതും പുതിയ ഈ വിമതപക്ഷം അധികാരത്തിലേറാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നതോടുകൂടി ഇസ്രായേൽ അവർ അക്രമ രീതികൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ വീണ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ആ സർക്കാരിന്റെ സൈന്യം തന്നെ ഇസ്രായേലിനെ നേരിടാനുള്ള സാധ്യത അവർ മനസ്സിലാക്കി. അതുകൊണ്ട് വിമതപക്ഷം അവിടേക്ക് എത്തി എന്നുള്ളതല്ല അവർ ഉറപ്പുവരുത്തിയത്. അവിടുത്തെ പ്രസിഡന്റായിരിക്കുന്ന അസദ് രാജ്യം വിട്ടുപോയി. ആ സർക്കാർ നിലവിലില്ല എന്ന് സൈനിക കമാൻഡർ പ്രഖ്യാപിച്ചു. വിമതപക്ഷം അധികാരത്തിലേറുമെന്ന് ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഇവിടെ ഭരണമാറ്റം ഉറപ്പാണ് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ഇസ്രായേലിന്റെ സൈന്യം ഇവിടെ ഈ സിറിയയുടെ മേഖലയിലേക്ക് ഇരച്ചു കയറി.
അങ്ങനെയാണ് അവിടെ ഗോലാൻ കുന്നിന്റെ പ്രദേശം കീഴടക്കുന്നത്, ബഫർ സോൺ മേഖല കീഴടക്കുന്നത്, ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ അതിർത്തിയും ലംഘിച്ചുകൊണ്ട് അവർ ആ മേഖലയിൽ നിന്നാണ് ഇപ്പോൾ സൈനിക അഭ്യാസം നടത്തുന്നത് എന്ന തരത്തിൽ റിപ്പോർട്ട് വന്നു. അതോടുകൂടി അവസാനിച്ചില്ല. പിന്നീട് സിറിയയുടെ അകത്തുണ്ടാകുന്ന സൈനിക മേഖല, സൈനിക ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖലയും വിമാനത്താവളങ്ങളും അതുപോലെ അവർക്ക് സംശയമുണ്ടാകുന്ന സർവ്വ മേഖലയിലും വലിയ രീതിയിലുള്ള വൈമാനിക ആക്രമണം നടത്തി 250 തവണയെങ്കിലും ആക്രമണം നടത്തിയെന്നാണ്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വിമതപക്ഷത്തിന് സാധിക്കാതെ അവരിങ്ങനെ വെറുതെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോൾ സിറിയയിലുള്ളത്. അതുകൊണ്ട് സിറിയയിലെ നിലവിലെ സാഹചര്യം ഏത് തരത്തിലെത്തും, എങ്ങനെ എത്തുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത, പറയാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി ആ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം.